ഹായ് ഫ്രണ്ട്സ്, KLD ബോർഡ് ലൈവ്സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അഥവാ മൊബൈലിൽ മെസ്സേജ് വരാത്ത ആൾക്കാർ കൃത്യമായിട്ട് നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അതിന്റെ മെസ്സേജ് കൺഫേം ആയെന്നുള്ള മെസ്സേജ് വന്നു ഉറപ്പ് വരുത്തുക. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത കുറച്ചധികം പേരെ എനിക്കറിയാം. അപ്പോൾ കൺഫർമേഷൻ ഉറപ്പായിട്ടും കൊടുക്കുക. അതേപോലെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതുക. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ കാരണം PSC അറിയിക്കുക. കാരണം നമ്മൾ കൺഫർമേഷൻ വാങ്ങുന്നത് തന്നെ ഈ പരീക്ഷ എഴുതാനുള്ള വില്ലിംഗ്നെസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8/6/2022 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനമായിട്ടുള്ള വളരെ സന്തോഷകരമായ വാർത്തയോടെ പറയാൻ പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ആളാണ് ഒരു അഡ്വൈസ് വാങ്ങുന്നത്. വേറെ ആരും നമ്മുടെ അപർണയാണ്. അപർണ മോള് SR for SC STയുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ വന്നപ്പോഴത്തേക്ക് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞ 1, 2, 3, 4 റാങ്കുകൾ, അതോടൊപ്പം 9ാമത്തെ റാങ്ക്, മൊത്തം 10 പേരുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ആദ്യത്തെ 4 റാങ്കുകളും അതേപോലെ 9ാമത്തെ റാങ്കും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ലഭിച്ചെന്ന് സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിച്ചാണ്. അപ്പോൾ അതിൽ 1ാം റാങ്കുകാരിയായ അപർണ മോൾക്ക് ADCB ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്തേക്ക് അഡ്വൈസ് കിട്ടുകയും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് അഡ്വൈസ് കിട്ടിയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതും നമുക്ക് റിസൾട്ട് വരാനിരിക്കുന്നത് ഏതാണ് 14 ജില്ലകളിലെ റാങ്ക് ലിസ്റ്റിലാണല്ലേ. അപ്പോൾ ഒത്തിരി പേർക്ക് ആദ്യത്തെ എല്ലാ റാങ്കുകളും നമ്മുടെ കുട്ടികൾക്ക് തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പറഞ്ഞിരുന്ന ഏതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് മറ്റൊരാൾ കൂടി അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. വേറെ നമ്മുടെ ആരാധനയാണ്, പ്രിയപ്പെട്ട കുട്ടിയാണ് ആരാധന, പത്തനംതിട്ട ജില്ലയിലുള്ള. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ റാങ്ക് ലിസ്റ്റിലെ 2ാമത്തെ റാങ്ക് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും അഡ്വൈസ് കിട്ടിയിട്ടുണ്ടെന്ന വിവരം കൂടെ ഈ അവസരം നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ 8/6/2022 തുടങ്ങുന്നത്. നമ്മുടെ പരീക്ഷ ഡേറ്റ് വന്നിട്ട് ഓഗസ്റ്റിലാണല്ലോ, ഓഗസ്റ്റ് 25. കൃത്യമായി പറഞ്ഞ ഏകദേശം 80ഓളം ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ദിവസവും 2 ക്ലാസ്സും പിറ്റേ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് ഒരു പരീക്ഷ, അത് നമുക്ക് നിർബന്ധമാണ് കേട്ടോ. ഒരു ക്ലാസ്സിൽ 25 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചാൽ പിറ്റേ ദിവസം 25 ക്വസ്റ്റ്യനും പ്ലസ് അതുമായിട്ട് ബന്ധപ്പെട്ട 3 or 4 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷയായിരിക്കും പെട്ടെന്ന് നടക്കുന്നത്. അപ്പോൾ 2 ക്ലാസ് 2 പരീക്ഷ അങ്ങനെ മുന്നോട്ട് പോകും. നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്കറിയാം. അവസാനമല്ല റിവിഷൻ വരുന്നത്, കോഴ്സിനോടൊപ്പം റിവിഷൻ വരും. പരീക്ഷ എഴുതി നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. 500ഓളം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇത് അങ്ങനെ ഒരു മെത്തേഡാണെന്നുള്ളത്. അപ്പോൾ ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ വില്ലിംഗ്നെസ് ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ ഏകദേശം 5 സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചില്ലേ, പാറ്റേൺ ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്ക്, കഴിഞ്ഞ പ്രാവശ്യം 1.25 മണിക്കൂറാണ് പരീക്ഷയുടെ ഡ്യൂറേഷൻ, ഇപ്പോൾ 1.5 മണിക്കൂറായിട്ട് ഉയർത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറായിട്ട് പരീക്ഷയുടെ ഡ്യൂറേഷൻ ഉയർത്തിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 20-25 ചോദ്യങ്ങൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ അസേർഷൻ, റീസണിങ്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അതുപോലെ അങ്ങനെയുള്ള ലോജിക്കലായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ആ ഒരു പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ പഴയ പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ മാത്രം ആയിരിക്കില്ല എന്ത് വരുന്നത്, സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ആൻസർ ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ വെൽ പ്രിപ്പയർ ആയിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് KLD ബോർഡിന്റെ പരീക്ഷയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ജില്ലയും പേരും കൂടെ മെസ്സേജ് ചെയ്യുക. നമുക്ക് 8/6 മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ പേർക്കും വിജയാശംസകളോടെ സഹകാരി റേസ് പ്ലസ്. താങ്ക് യു.